നമസ്കാരം. ഇന്നലെ എൻ്റെ കയ്യിൽ വന്നൊരു വാർത്തയാണ്. 2 ദിവസം മുമ്പ് വന്നാൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു പെണ്ണ് പറഞ്ഞിരിക്കുകയാണ്, ഡോക്ടറാണെന്ന് തോന്നുന്നുണ്ട്, ഒരു പെണ്ണ്, അധികം പ്രായമൊന്നും ആയിട്ടില്ല. അവൾ പറഞ്ഞിരിക്കുകയാണ്, മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വരുന്ന ആണുങ്ങളുടെ ലിംഗം നോക്കി ഞങ്ങൾ സൂഹിക്കാറുണ്ടെന്ന്. അതിൻ്റെ വലുപ്പം നോക്കി ഞങ്ങൾ കളിയാക്കാറുണ്ടെന്ന്. സുഖിക്കുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ശവമാണത്. മനസ്സുകൊണ്ട് ശവഭോഗം നടത്തുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. എത്ര വലിയ നാണക്കേടാണ് വാസ്തവത്തിൽ. പല കാര്യങ്ങളും ലോകത്തിൽ നടക്കുമെങ്കിൽ പോലും നമ്മൾ കൊച്ചുകുട്ടികൾ വരെ ഒരു 2 വയസ്സായി കഴിഞ്ഞാൽ അവൾ പുറത്തിറങ്ങുമ്പോൾ ഡ്രോയർ, അമ്മ ഡ്രോയർ എന്ന് പറയും. അവൾക്ക് നാണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ മൂത്രമൊഴിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടല്ല, റോഡ് സൈഡിലാണെങ്കിലും റോഡിലോട്ട് തിരിഞ്ഞിട്ടല്ല, മതിലിനോട് ചേർന്നിട്ടാണ് മൂത്രമൊഴിക്കുക. 2-3 വയസ്സായ കുട്ടികൾക്ക് നാണം വരുന്നു. അവർക്ക് അവരുടെ നാണത്തിൻ്റെയും മാനത്തിൻ്റെയും ഉറവിടങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഇങ്ങനെയുള്ള മീശ വെച്ച പിള്ളേർ, കൊച്ചുകുട്ടികളെന്ന് പറയില്ലേ, കൊമ്പമീശയുണ്ട് പക്ഷെ കൊച്ചുകുട്ടികളാണ്. ഇവള് 2 പ്രസവിച്ചെങ്കിലും 3ാമത് അവളെ തന്നെ പ്രസവിക്കുകയാണ്. ആ 2 കുട്ടികൾക്ക് പ്രായം കുറവായിരിക്കും. ഇവൾക്ക് വകതിരിവില്ലായ്മ, അവിവേകം. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. തമാശകൾ പറയാം, അവനവൻ്റെ തമാശകൾ പറയാം. പോട്ടെ, അവനവൻ്റെ അച്ഛനെ വെച്ച് പറയാം, അച്ഛനൊരു മണ്ടനാ ആയിക്കോ. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ അച്ഛനൊരു മണ്ടനാണെന്ന് പറയരുത്. അപ്പോൾ മണ്ടയ്ക്ക് ചിലപ്പോൾ അറിയാലോ. തമാശയ്ക്കൊക്കെയും പറയാൻ കാര്യങ്ങൾ. പക്ഷേ ആരുടെയോ അച്ഛൻ്റെ, ആരുടെയോ അമ്മയുടെ, ആരുടെയോ മകളുടെയോ ഭാര്യയുടെയോ ശവം അവിടെ കിടക്കുമ്പോൾ, മൃതദേഹം കിടക്കുമ്പോൾ അവരുടെ യോനി തടങ്ങളും ലിംഗഭാഗങ്ങളും നോക്കി അതിങ്ങനെ ടിക് ടിക് എന്നൊക്കെ അടിച്ച് ചിരിക്കുക, കളിക്കുക. ഇനി എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ആളുകളെ പറഞ്ഞു വിടുക? ഇതല്ലേ അവിടെ നടക്കുന്നത്. ഇത് പുരുഷൻ്റെ കാര്യമാണ് അവൾ പറഞ്ഞത്. പുരുഷൻ്റെ ലിംഗം കാണുമ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിക്കാറുണ്ട്, തട്ടി നോക്കാറുണ്ടെന്ന്. ഇതുപോലെ സ്ത്രീകളുടെ ശരീരം ചെല്ലുമ്പോൾ അവിടുത്തെ ആണുങ്ങളും ചിലപ്പോൾ ഇതിങ്ങനെയാകുമ്പോൾ അതങ്ങനെയും ആകാമല്ലോ. ഏതായാലും ഇപ്പം ഇത് മീഡിയയിലും ഇവരുടെ മെഡിക്കൽ രംഗത്തൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിക്കിടയിലാണ് പുരുഷന്മാരുടെ മൃതദേഹത്തെക്കുറിച്ച് ഇങ്ങനെ അത്യധികം അപകീർത്തികരമായ നാണം കെട്ട പരാമർശം ഈ വനിതാ ഡോക്ടർ നടത്തിയത്. മുംബൈയിലെ പ്രശസ്തമായിട്ടുള്ളൊരു ഒരു 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 ആശുപത്രിയാണ് KEM ആശുപത്രി. അവിടെയുള്ള ഡോക്ടർ പെണ്ണാണ് സേജൽ പവാർ, അതോ സോജൽ പവാർ എന്ന് പറയുന്നത്, സേജൽ പവാർ. അവളാരാണ് ഈ സാധനം പൊട്ടിച്ചത്. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കാര്യം, രഹസ്യമായിട്ടൊരു കാര്യം അവൾ പരസ്യമാക്കിയെന്ന് മാത്രം, ബോധമില്ലാത്തതുകൊണ്ട് ചെയ്തതാണ്. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെയാണല്ലേ ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളുടെ ഉമ്മയുടെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയോ ചിലപ്പോൾ മകളായിരിക്കും അവിടെ ചെല്ലുന്ന സമയത്ത് ആദ്യം വിവസ്ത്രയാക്കുന്നു, എന്നിട്ട് അവിടെ ഇവിടെ കയറി മുറിക്കുന്നു. ആ സമയത്ത് അത് കണ്ടും ഇത് കണ്ടും ഇത് കണ്ടും അത് കണ്ടും അവിടെയും മനസ്സുകൊണ്ട് ശവഭോഗം നടത്തുന്നു. ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നൊരു കാര്യമാണോ? അങ്ങനൊന്നും ഉണ്ടാകുന്ന ചിന്തിക്കുമോ? ഇപ്പം അതും ചിന്തിക്കേണ്ടുന്ന ഗതികേടിൽ ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണെന്നർത്ഥം. ഇപ്പോൾ ഒരു മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, അറിയാതെ പറ്റിയതാണ്, മാപ്പ് പോയിക്കോളൂ. പക്ഷേ അവൾ പറഞ്ഞ കാര്യം അതിനെ അന്തരീക്ഷത്തിൽ കിടന്ന് മുഴങ്ങില്ലേ? അത് കിടന്ന് ഈ അന്തരീക്ഷത്തിൽ കിടന്ന് പാറി പറക്കില്ലേ? അതിനെ പിടിക്കാൻ പറ്റുമോ?
പ്രമുഖ കോമഡിയൻ പ്രണീത് മോറെ, അദ്ദേഹത്തിൻ്റെ ലൈവ് കോമഡി ഷോയ്ക്കാണ് ഈ സംഭവം. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ലൈവ് കോമഡിക്ക് ലൈവ് പ്രോഗ്രാമിന് പോകുമ്പോൾ അവർ പല ചോദ്യങ്ങളും ചോദിക്കും, കുത്തി 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 ചോദിക്കും. ഈ ബ്രിട്ടാസിനൊക്കെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഷീലയോട് എന്തോ ചോദിച്ചപ്പോൾ ഷീല പറഞ്ഞു, അപ്പം ഇങ്ങനെ ബ്രിട്ടാസെ ആ പേന ആദ്യം താഴെ വയ്ക്കാൻ പറഞ്ഞു, ആ പേന കാണുമ്പോൾ പേടിയാവുന്നത്. അത് അവർ ചോദിക്കും, പക്ഷേ അവർ നമ്മളെ അണ്ണാക്കിലിട്ട് വലിച്ചെടുക്കാൻ നോക്കും. പക്ഷെ നമ്മൾ പറയരുത്. മോഹൻലാൽ അവർകളോട് ഒരിക്കൽ വേണു ബാലകൃഷ്ണനോ മറ്റോണെന്ന് തോന്നുന്നുണ്ട്, ചോദിച്ചു, ഈ ശ്രീനിവാസൻ്റെ ആ സിനിമയുണ്ടായല്ലോ കേണലൊക്കെ ആയിട്ട് സരോജ് കുമാർ, അത് അങ്ങയെക്കുറിച്ചാണെന്നും എന്നൊക്കെയും പറയുന്നുണ്ട്. അങ്ങയ്ക്ക് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? വേണു, നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എന്തെല്ലാം നല്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് തിരിച്ച് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ ചോദിച്ചാലോ? അങ്ങനെ തന്നെ ചോദിച്ചു. ആയതുകൊണ്ട് തന്നെ ഇത്തരം അവതാരകന്മാരുടെ മുമ്പിൽ പോകുന്ന സമയത്ത് അല്പം അടക്കം, ഒതുക്കം, വിവേകപൂർവം പ്രതികരിക്കാൻ പറ്റിയ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മളെ അടച്ചിട്ട കാറുണ്ടല്ലോ, കാറ് അതിൻ്റെ ചില്ലടച്ചിടും, അത് കൂളിങ് അതിൻ്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് ചിലർ എന്ത് ചെയ്ത്, അതിനകത്ത് ആൾക്കാരുണ്ടാവും, സ്ത്രീകളുണ്ടാവും. ഒരു 2 മില്ലിമീറ്ററിൻ്റെ വിടവിൽ നിന്നിട്ട് അവർ ചെയ്യുന്നു, കണ്ണടി നോക്കുക. അപ്പം അപ്പുറത്തിരുന്ന സ്ത്രീ തൊട്ടടുത്ത് നിന്നിട്ട് അതിവൻ അറിയുന്നില്ല. ഇവൻ്റെ സൗന്ദര്യ പ്രദർശനം അവിടെ നടത്തുന്നത് തൊട്ടടുത്തുള്ള ആൾക്കാർ അറിയുന്നില്ല. അതുപോലെ തന്നെ ഇത്തരം ഷോകൾക്കൊക്കെ പോകുമ്പോൾ കുറച്ച് മിതത്വം പാലിച്ചില്ലെങ്കിൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഏതായാലും ഈ കാണികളിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ സേജനോട് ഈ കോമഡിയൻ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രതികരണം ഉണ്ടായത്. ഞങ്ങളത് കാണുമ്പോൾ കൊട്ടി നോക്കാറുണ്ട്, തട്ടി നോക്കാറുണ്ട്, ഞങ്ങൾ ചിരിക്കാറുണ്ട് എന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരുടെ ശാരീരിക പ്രത്യേകതകൾ, സ്വകാര്യ ഭാവങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ചിരിക്കാറുണ്ട് എന്ന്. എത്രയാണെങ്കിൽ പോലും അബദ്ധത്തിൽ പറ്റും, അബദ്ധത്തിൽ പല കാര്യങ്ങളും പറ്റും. അബദ്ധത്തിൽ നമ്മൾ അച്ഛനെ അമ്മ എന്ന് വിളിക്കാറുണ്ടോ? അബദ്ധത്തിൽ നമ്മൾ അച്ഛൻ്റെ ഒപ്പം കൂടെ കിടക്കാറുണ്ടോ? അബദ്ധം പറ്റും, ചിലപ്പോൾ കല്ലുമ്പോൾ തട്ടി വീഴും, അതൊക്കെ നമ്മൾ ചെയ്യും. പഞ്ചസാരയ്ക്ക് പകരം കാപ്പിയിൽ ഉപ്പെടുത്തിടും, അതൊക്കെയും ചെയ്യും. ഇതൊന്നും അബദ്ധം പറ്റിയതല്ല, ഇത് നാണം കെട്ട ഏർപ്പാടായിപ്പോയി എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല, ഇതൊരു യൂണിവേഴ്സൽ സീക്രട്ടാണ്, ബിലോങ്സ് ടു ഓൾ ടൈംസ്. അതവൾ പറഞ്ഞ് വെളിച്ചത്താക്കിയെന്ന് മാത്രം അത്രയേ ഉള്ളൂ. ആണിൻ്റെ ലിംഗം നോക്കുന്ന പെണ്ണുങ്ങളെപ്പോലെ തന്നെ നാളെ നമ്മളുടെ അമ്മപെങ്ങന്മാരാരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ പോസ്റ്റ്മോർട്ടം മുറിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആൺ ഡോക്ടർമാരും ഇതൊക്കെയല്ലേ അവരും ചെയ്യുന്നുണ്ടാകുക. അതിൻ്റെ കുറേ ചരിത്രങ്ങളും കഥകളും വന്നിട്ടുള്ളതാണ്. ഏതായാലും ഇത്രയും കാലം ഈ ഇത്തരം ശവശരീരങ്ങളെയും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും വെറുതെ വിടാത്തത് ആ ഒരു കാര്യത്തിലുള്ള കഥകളിൽ മുഴുവൻ നായകനാണ് വന്നിരുന്നത്, പുരുഷനാണ് വന്നിരുന്നത്. ഇപ്പം അത് നായിക കൂടിയായി, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. പണ്ടൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് പറയില്ല. അപ്പം അവർക്ക് മാത്രമേ പുറത്തുനിന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ആരെങ്കിലും വഴി കൂടെ പോകുമ്പോൾ ഒരാൾ ചളി തെറിപ്പിച്ചു, അല്ലൊരാൾ മുഖത്തോട്ട് ഇങ്ങനെ കാണിച്ചു, ഉടനെ നമ്മളെന്താ വെച്ചാൽ ദേഷ്യം വന്നാൽ പോടാന്ന് പറയും. അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ പഞ്ചായത്തിൻ്റെ മെമ്പറോട് പോയി പറയും. എന്നിട്ടും പറ്റിയിൽ പോലീസുകാരിൽ പറയും. ഇപ്പോൾ ഇവിടുത്തെ പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നത് കേരളത്തിലെ? പ്രത്യേകിച്ച് സിനിമയിൽ ഇങ്ങനൊന്ന് മുഖം കാണിച്ചാൽ മതി, അപ്പോൾ ഈ സിനിമ നടിയായി. സിനിമ നടിയെന്നല്ല പറയേണ്ട അവിടെ. അത് കഴിഞ്ഞാൽ നേരെ അവർക്ക് ഗേറ്റ് ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് അവിടെ നമ്മളുടെ ഭരണകൂടത്തിൻ്റെ. നേരെ അവർക്ക് ചെല്ലാം. ഞാനോ നിങ്ങളോ പോയിട്ട് അവിടെ ചെന്നാൽ പിന്നെ വരാൻ പറയും. പക്ഷേ എല്ലാ ക്ലിഫ് ഹൗസ് എൻ്റെ വാല് തുറന്നിട്ടിരിക്കുക. പെണ്ണുങ്ങളാണെങ്കിൽ ഓക്കെ അതിൻ്റെ പേരിൽ പല അബദ്ധങ്ങളും കാലങ്ങളായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അറിയാതെ എന്നോണം ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അവരുടെ ഉള്ളിൽ ഒതുക്കി വെച്ച പല കാര്യങ്ങളും ഇപ്പോൾ പുറം ലോകം അറിയുകയാണ്.
ഏതോ തിരുവിളയാടൽ സിനിമയിൽ എന്ത് പറയണം എന്ന് നാഗേഷിൻ്റെ കഥാപാത്രം ചോദിക്കുമ്പോൾ സത്യത്തെ പറയണം, സത്യത്തെ പേശിടുങ്ക എന്ന് പറയും. എന്താണ് പറയാൻ പാടില്ലാത്തത്? രഹസ്യം സ്ത്രീകളോട് എന്തെങ്കിലും ഇങ്ങനെ പടപടപടന്ന ഉത്തരം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പോൾ ഒരു നിഗൂഢമായിട്ടുള്ള മനസ്സിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് വന്നു. അവരെക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പുറത്തറിയുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. പൂർണ്ണ സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയുമായിട്ട് ഒരു പുരുഷനെ താരതമ്യം ചെയ്താൽ പുരുഷന് എത്ര സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അവന് കുറേ വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുള്ളൂ. കുറച്ച് അടക്കവും മുതുക്കവും ഉണ്ട്. സമൂഹത്തിനോട് അവന് കുറച്ച് പേടിയുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീയെ പിടിച്ചാൽ കിട്ടില്ല. അത് വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും പ്രസ്ഥാനങ്ങളിലാണെങ്കിലും വളരെ അപകടകാരിയായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് സാരം. ഈ സ്ത്രീകൾ, ഈ വനിതകൾ, അല്ല പുരുഷന്മാർ 7 സെക്കൻഡ് ആ കൊമ്പമേശ്വർ ഋഷിരാജ് സിംഗോ, അദ്ദേഹം ഇവിടുത്തെ വലിയ ആളായിരുന്നല്ലോ പോലീസിൽ. അപ്പം അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു നിയമമുണ്ടെന്ന്. ഏതൊരു സ്ത്രീയുടെ മുഖത്തേക്ക് 1, 2, 3, 4, 5, 6, 7 എന്ന് ചോദിച്ചാൽ അയാളെ തൂക്കുമല്ല വിധിയുള്ള രാജ്യമാണത്. അപ്പം ഇതിനെന്ത് മറുപടി പറയാനുണ്ട്? അറിയുന്ന ശരീരത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ പോക്സോ, പിന്നെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല, കോടതിയിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അവിടെയാണ് ചത്തു കഴിഞ്ഞിട്ട്, മരിച്ചു കഴിഞ്ഞിട്ട് മൃതദേഹം അതും മോർച്ചറിയിൽ എത്തുമ്പോഴേക്കും മരവിച്ചിട്ടുണ്ടായിരിക്കും. ആ മൃതദേഹത്തിൻ്റെ ലിംഗം നോക്കിയിട്ട് ആഹാ ഓഹോഹോ എന്ന് പറയുന്ന എന്ത് രോഗമാണ് വാസ്തവത്തിൽ. അത് നീളനെയാണോ വളഞ്ഞിട്ടാണോ? എന്തായാലും നിയമവ്യവസ്ഥയിൽ ഇതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. മനസ്സുകൊണ്ട് കാണിക്കുന്ന, മനസാക്ഷി എന്നൊരു ഭോഗമാണത്. അഥവാ ശവഭോഗം എന്ന് തന്നെ നമുക്ക് അതിനെ വിളിക്കാമെന്നർത്ഥം. ഇത്തരം മനാദരവ് കാണിക്കുന്ന ആളുകളെ ക്രിമിനൽ കുറ്റമനുസരിച്ച് അവരെ എന്തിനേറെ, നമ്മളുടെ വീട്ടിലൊരാൾ എന്തെങ്കിലും കൊലപാതകമായിരിക്കാം, ഒരാൾ മരിച്ചു കിടക്കുന്നു, പോലീസുകാർ വന്നു കഴിഞ്ഞാൽ മരിച്ചു കിടക്കുന്ന ആ ആളോട് പോലും, അയാൾ ചിലപ്പോൾ കുറ്റവാളിയായിരിക്കും, ആരോ കൊന്നതായിരിക്കും, അല്ലെ അയാളാൽ മറ്റുള്ളവർ കൊല്ലപ്പെട്ടതായിരിക്കും, വന്നു കഴിഞ്ഞാൽ അവരുടെ തൊപ്പി അവർ ഊരും. ഞാൻ അറിഞ്ഞിടത്തോളം തൊപ്പി പുറകിൽ കൂടെ ഊരുന്നാണ് പറയുന്നത്. കാരണം ഇനി അയാൾ കുറ്റവാളിയല്ല, അയാളുടെ മൃതദേഹമാണ്. ഹി ഹാസ് ഗോൺ സംവർ. അതുപോലെ തന്നെ യുദ്ധഭൂമിയിലാണെങ്കിൽ മരിച്ചു വീഴുന്ന സോൾജിയേഴ്സ്, ശത്രു രാജ്യങ്ങൾ പോലും അതൊരു മര്യാദയാണ്, ആദരവോടുകൂടി പെരുമാറാറുണ്ട്. അതേസമയത്ത് ചില തെമ്മാടി രാഷ്ട്രങ്ങൾ മൃതദേഹങ്ങളെ വികൃതമാക്കാറുണ്ട് യുദ്ധഭൂമിയിൽ. ഏതായാലും ഇത്തരം കാര്യങ്ങളെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ തന്നെ സമീപിക്കേണ്ടതുണ്ട്. ഇവൾക്ക് മാപ്പ് കൊടുക്കരുത്. 10 ദിവസമെങ്കിലും ഇവളെ അകത്ത് പിടിച്ചിടണം. നാളെ ആരും ആവർത്തിക്കരുത്. അവിടെ നിന്ന് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡഡ് ആയിരിക്കണം. അതല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന ആളുടെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളെയും അകത്തേക്ക് കയറ്റണം. അവിടെ മുമ്പിൽ വെച്ച് ഇത് നടത്താൻ പാടുള്ളൂ. അതൊക്കെ സാമാന്യ മര്യാദകൾ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഇത് കേട്ട സമയത്ത് വല്ലാത്തൊരു വിമ്മിഷ്ടം. മരിച്ചു കിടക്കുന്ന ആളോട് എങ്ങനെ തോന്നി? മരിച്ച്
നാളെ മണ്ണടിയാൻ പോവുക. അത് മരിച്ചു കഴിഞ്ഞ് ഉടനെയല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്രീസറിൽ കയറ്റി അവിടെ വെച്ച് തണുത്ത് മരവിച്ച് വറങ്ങലിച്ച് കിടക്കുന്ന ആ മൃതദേഹത്തിൻ്റെ ലിംഗം നോക്കിയിട്ട് അതിനെ തട്ടി മുട്ടി ചിരിച്ചു, അതിനെ അധിക്ഷേപിച്ചു, കളിയാക്കി. എങ്ങനെ സാധിക്കുന്നു അത്? ചിന്തിച്ച് നോക്ക്.